റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി പെൻഷൻ സമരം നടത്തിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി BJP സ്ഥാനാർത്ഥിയായി അടിമാലി പഞ്ചായത്തിൽ മത്സരിക്കാനാണ് ആലോചന. BJP നേതാക്കൾ ആവശ്യം അറിയിച്ചതായി മറിയക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളാണ് വെല്ലുവിളി. നേതൃത്വവും സുരേഷ് ഗോപിയും ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ മത്സരിക്കും, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും മറിയക്കുട്ടി പറഞ്ഞു. മറിയക്കുട്ടി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. പെൻഷൻ ലഭിക്കാത്തതിനെതിരെ അടിമാലിയിൽ സമരം നടത്തിയ മറിയക്കുട്ടി ചേട്ടത്തിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നേരത്തെ ഞാനിവിടെ വന്നപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി എന്നോട് പറഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ടെന്ന്. നമുക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ, മത്സരിക്കുമോ എന്നറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചേട്ടത്തി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താ, മത്സരിക്കുന്നുണ്ടോ? അത് പാർട്ടി പറയുമ്പോൾ എഴുതിയിരിക്കും. അതിൻ്റെ അങ്ങനെ പറയും അതുപോലെ അവർ പറയുന്നുണ്ടോ? പറയുന്നൊക്കെ ഉണ്ട്, എന്നാലും ഒന്നും തീരുമാനമായില്ല. എന്താ തീരുമാനത്തിനൊരു പ്രശ്നം? എന്താണ് പ്രശ്നമൊന്നുമില്ല അവിടെ. ആരോഗ്യമാണോ പ്രശ്നം? ആരോഗ്യമുള്ളൂ. ആരോഗ്യക്കുറവല്ല, ഒരു പ്രശ്നവുമില്ല. വേറെ രോഗമൊന്നുമില്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ പ്രായം അനുസരിച്ച് ആരോഗ്യം വരുമല്ലോ. ഇപ്പം എത്ര വയസ്സായി? വയസ്സൊന്നും കുറച്ചുള്ളൂ. എത്രയായി? 55 എന്നാലും അന്തിമ തീരുമാനം ഉടനെ എടുക്കും. ഇനി ഉടനെ ഉണ്ടാവും. ഏത് വാർഡിലാ ഇത്? 14 ആക്കിയെന്ന് പറയണേ കേട്ടു. 13 ഇവിടെ നമ്പറൊന്നും തന്നിട്ടൊന്നുമില്ല. 13 അവർ 14 ആക്കിയെന്ന് പറയണേ കേട്ടുള്ളൂ. അപ്പോൾ BJP നേതൃത്വം മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ചേട്ടത്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അല്ല, അവർ പറയുമ്പോഴും ചെയ്യുമെന്നാണ് പറഞ്ഞേ. അവരെ ഇങ്ങനെ പറയാതെ ചെയ്യും. ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെങ്ങനെ പറഞ്ഞു അത് ചെയ്യും. സുരേഷ് ഗോപി പറയുന്ന പോലെ അങ്ങ് ചെയ്യുമല്ലേ? മാറ്റമൊന്നും ഉണ്ടായില്ല. എന്തായിരിക്കും ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? വോട്ട് ചെയ്യാൻ ആൾക്കാരോട് പറയണം, 10 വർഷം ഇവിടെ ഒരാൾ ഇരുന്നിട്ടുണ്ട്, ജെയ്സ് എന്ന് പറഞ്ഞ ഒരുത്തെ. ഇന്ന് വരെ ഒരു പാക്കൊരു മുട്ടുസൂചിയുടെ സാധനം കൊടുത്തിട്ടില്ല. പഞ്ചായത്തിൽ പറയുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഒരു കടകളുണ്ട്, പഞ്ചായത്തിൻ്റെ കടകൾ. ആ കെട്ടിടങ്ങൾ മൊത്തം ഇവരുടെ സ്വന്തക്കളും ബന്ധുക്കളും കൈകാര്യം ചെയ്തുകൊണ്ട് 30 വർഷമായി. ഇതായാലും ഇന്ന് വരെ ചെയ്തിട്ടില്ല. മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മുന്നോട്ട്? മോശം പാടില്ല. പാവപ്പെട്ടവരെ കാണണം, തിരിച്ചറിയണം. അവരുടെ എന്ത് വന്നാലും അവരെ പോയി അന്വേഷിക്കണം. അവർക്ക് എന്ത് ഗവൺമെൻറ് ചെയ്യുന്നോ അത് അവർക്ക് ചെയ്തിരിക്കണം. അതാണ് മുഖ്യം. മോശം പാടില്ല. പണക്കാരെ അല്ല, ദരിദ്രനെ നോക്കണം. അതാണ് മുഖ്യമായ ആവശ്യം. അപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അഥവാ മത്സരിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖം നോക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടെ ഉണ്ടാകുമെന്നാണ് മറിയക്കുട്ടി ചേട്ടത്തി വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. മറിയക്കുട്ടി ചേച്ചി സംഭവം ഉഷാറാ അല്ലേ? 85 വയസ്സുണ്ട്. 85 വയസ്സുള്ള മറിയക്കുട്ടി ചേച്ചി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ വേണം മനുഷ്യർ.